ഈ വർഷത്തെ SSLC ഇംഗ്ലീഷ് പബ്ലിക് പരീക്ഷയിൽ ഇതുപോലത്തെ ഒരു 3-4 മാർക്കിന് ചോദ്യം ഉണ്ടാവും. ചോദ്യം എങ്ങനെയായിരിക്കും? റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ആൻഡ് ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഓഫ് ഈച്ച് സെന്റൻസ്. നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയിൽ വരും. 3-4 മാർക്കോ സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണത്. പക്ഷെ അറിയാത്തവർക്കായിരിക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാവുക. ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം, ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ പരീക്ഷയിൽ എന്ത് ചോദ്യം വന്നാലും, നൗൺ ഫ്രേസിൻ്റെയും വേർബ് ഫ്രേസും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഏത് ടൈപ്പ് ചോദ്യം വന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് ആ 3-4 മാർക്ക് പോക്കറ്റിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സോ അവസാനം വരെ കാണാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി ആണല്ലോ? ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറേ അനാവശ്യമായിട്ട് തിയറി ഒന്നും പറയാണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തിയറിയും പിന്നെ ഞാൻ ഇടയിൽ കുറച്ച് ട്രിക്സ് ഒക്കെ പറഞ്ഞുതരും. നിങ്ങൾക്ക് പരീക്ഷയിൽ എളുപ്പത്തിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും, ഇത് സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റിയൊരു ട്രിക്സ് ഒക്കെ പറഞ്ഞുതരും. സോ അവസാനം വരെയും കാണാം കേട്ടോ മക്കളെ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എന്താണ് ഈ നൗൺ എന്ന് പറഞ്ഞാൽ? നൗൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സാധനങ്ങൾ. ഇപ്പം മനുഷ്യരാവാം, മനുഷ്യർ സാധനങ്ങളാണ്. സ്ഥലങ്ങളാവാം, അത് സാധനങ്ങളാണ്. പിന്നെ തിങ്സ് ആവാം. അപ്പോൾ ഇതൊക്കെയാണ് നൗൺസ്. നിങ്ങൾക്ക് മനസ്സിലാവും. സാധനങ്ങൾ അല്ലെ മനുഷ്യന്മാരല്ലേ സ്ഥലങ്ങൾ, ഇത്രയുള്ള സംഭവം. എന്നാൽ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആക്ഷൻസ് ആയിരിക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ ഈ സെൻറ്റൻസിൽ എന്താണ്? ഫെയിൽഡ്, ഒരു ആക്ഷനാണ്, തോറ്റു അല്ലേ. പിന്നെ എന്താണ്? ആഡ് ചെയ്തു അല്ലെ, കളിച്ചു, പ്ലേ കളിച്ചു, സിങ് ചെയ്യുക, വർക്ക് ചെയ്യുക, നടക്കുക, വാക്ക് ചെയ്യുക. അപ്പോൾ വാക്ക്, സിങ്, പ്ലേ ഒക്കെ എന്താണ്? വേർബ്സ് ആണ് അല്ലേ. ഇതിൽ കുറേ എന്താണ് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഗോയിങ്, അങ്ങനെ നടക്കുകയാണ്, പോവുകയാണ്. പിന്നെ എന്താണ്? ലുക്ക്, നോക്കി, സ്പീക്ക്, സംസാരിച്ചു, ഹെൽപ്പ്, സഹായിച്ചു, കളിച്ചു, മണത്തു അല്ലെ, വിസിറ്റ് ചെയ്തു, വാണ്ട്, ഫെയിൽഡ്. ഇതൊക്കെ എന്താണ്? വേർബ്സ് ആണ്. ബേസിക്കലി ആക്ഷൻസ് ആണ്. ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ഒരു ഫീല് മനസ്സിലുണ്ട്. ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഇവർ കൂടാതെ ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് വേർബ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നടക്കുക ഒക്കെ സാധാരണ വേർബ്സ് ആണ്, ചെയ്യുന്ന കാര്യങ്ങൾ. ആക്ഷൻ വേർഡ്സ് എന്നൊക്കെ പറയും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും നിങ്ങൾ ഇനി ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം. ഈ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും വരുമ്പോൾ നമ്മൾ ഓക്സിലിയറി വേർബ്സ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. തിയറി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇവരൊക്കെയാണത്. ഇസ്, വുഡ്, വാസ്, ഹാസ്, ഇവരൊക്കെയാണ് ഓക്സിലിയറി വേർബ്സ്. ഇവരെ നമ്മൾ വേർബ്സ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇസ് എന്ന് കണ്ടാൽ ഞാൻ നിങ്ങളോട് പറയും ഓക്സിലിയറി വേർബ് എന്നൊന്നും ഇനി പറയില്ല. അത് വേർബാണ് നമുക്ക്. ഇസ്, വാസ്, വേർ, പിന്നെ വുഡ്, മേ, മസ്റ്റ്, അങ്ങനെ കുറേ ആൾക്കാരല്ലേ. വാസ്, ഹാസ് നോട്ട്, വിൽ, ആർ അല്ലെ, ഇസ്, ആർ, വേറൊക്കെ സെയിം തന്നെ. ഹാസ്, ഹാവ്, വാസ്, ഇതൊക്കെ എന്താണ്? നമുക്ക് ഇവരൊക്കെ വേർബ്സ് ആണ്. ഇവരെ കണ്ടാൽ നമ്മൾ ഇനി വേർബ് എന്നേ വിളിക്കുള്ളൂ. ആക്സിലിയറി വേർബ്സ് ആണ്. ഓക്സിലിയറി വേർബ്സ്, ഹെൽപ്പിംഗ് വേർബ്സ് എന്നൊക്കെയാണ് പറയുക. നമുക്ക് പക്ഷേ വേർബ് ഫ്രേസ് ഈ ടോപ്പിക് പഠിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് ചോദ്യം ചെയ്യുമ്പോൾ ഇവരൊക്കെ നമ്മുടെ വേർബ്സ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകാം. ക്ലിയർ ആണല്ലോ? എന്തായാലും നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് നൗണല്ല. കാരണം ഇസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനമല്ല. അതുപോലെ ഹാസോ അല്ലെ വില്ലോ ഒന്നും സാധനങ്ങളല്ല. അപ്പം നിങ്ങൾക്ക് ഉറപ്പാണ് നൗണല്ല എന്ന്. പിന്നെ വേർബാണെന്ന് ആലോചിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി നേരെ ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി ചോദ്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പഠിച്ചെടുക്കാം. ഇപ്പോൾ ചോദ്യം വരിക എങ്ങനെയാണ്? ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസസ് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ്. അപ്പോൾ ഈ സെന്റൻസ് ഒന്ന് വായിക്കുക. മഹിമ ഡാൻസസ് വെരി വെൽ. മക്കളെ, മഹിമ എന്തായാലും വേർബ് അല്ല. മഹിമ ഒരു നൗൺ ആണെന്നാണ് തോന്നുന്നത് അല്ലേ? ശരിയല്ലേ? മഹിമ ഡാൻസസ് വെരി വെൽ. മഹിമ എന്തായാലും വേർബ് അല്ല. പക്ഷെ ഡാൻസസ് വേർബാണ്. ഡാൻസ് കളിക്കുകയാണ്, വേർബാണ്, ഉറപ്പാണ്. നൗണല്ല. ഡാൻസസ് ഒരു സാധനമല്ല, ഒരു സ്ഥലമല്ല, ഒരു ആളല്ല. അപ്പോൾ ഡാൻസസ് വേർബാണ്. നിങ്ങൾ ഇത്രയും നോക്കണ്ടല്ലോ. നിങ്ങളുടെ ഫസ്റ്റ് വേർബ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അണ്ടർലൈൻ ചെയ്യുക, അവസാനം വരെ അണ്ടർലൈൻ ചെയ്യുക. അതായിരിക്കും വേർബ് ഫ്രേസ്. VP എന്ന് എഴുതാം, വേർബ് ഫ്രേസ്. ഫസ്റ്റ് വേർബിനെ പിടിക്കുക, അവസാനം വരെ അണ്ടർലൈൻ ചെയ്യുക, വേർബ് ഫ്രേസ് കിട്ടി. അതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ആൾക്കാരൊക്കെ എന്താണ്? നൗൺ ഫ്രേസ് ആയിരിക്കും. ഇതായിരിക്കും നൗൺ ഫ്രേസ്. മഹിമയാണ് ഇവിടെ നൗൺ ഫ്രേസ്. അപ്പോൾ ഒറ്റ ആളേ ഉള്ളൂ മഹിമ, നൗൺ ഫ്രേസ്. മഹിമ ഒറ്റ ആൾ. സിമ്പിൾ. നെക്സ്റ്റ് നോക്കിക്കേ. അപ്പോൾ എൻ്റെ കൂടെ ചെയ്തു നോക്കുക. ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം. ബാക്കി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ദ വെജിറ്റബിൾ ബോക്സസ് ഫെൽ ഫ്രം ദി ഷെൽഫ്. ദ എന്തായാലും വേർബല്ല. വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ സാധനമാണ്, വേർബല്ല അല്ലേ? ആക്ഷൻ അല്ല, ആരും ചെയ്യാനല്ല. ബോക്സസ് എന്ന് പറഞ്ഞാൽ സാധനമാണ്. ഫെല്ല്, വീണു, അതൊരു ആക്ഷനാണ്, അതൊരു വേർബാണ്. ഫസ്റ്റ് വേർബ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഉറപ്പിച്ചോ, അതാണ് വേർബ് ഫ്രേസ്. അതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ആൾക്കാരാണ് നൗൺ ഫ്രേസ്. അപ്പോൾ നൗൺ ഫ്രേസിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ്? ബേസിക്കലി നൗൺസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട്. ഇതിന് ആർട്ടിക്കിൾ എന്നൊക്കെ പറയും. അതൊന്നും ആലോചിക്കേണ്ട. ബേസിക്കലി എന്താണ്? സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ബോക്സസ്, പിന്നെ അതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ആൾക്കാർ. മനസ്സിലായി? ഇതിൽ വേർബ് ഒരിക്കലും ഉണ്ടാവില്ല. ഇത് നോക്കിക്കേ. ഐ ലെഫ്റ്റ് മൈ സിസ്റ്റർ ഷൂസ് ഹിയർ. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വേർബായി. ഐ ലെഫ്റ്റ് ഒരിക്കലും നൗണല്ല. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു അല്ലേ? ഞാൻ അവിടെ വെച്ച് പോയി. ഉറപ്പിച്ച വേർബ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റിലേക്കുള്ള ഒക്കെ എന്താണ്? വേർബ് ഫ്രേസ് ആണ്. അതിൻ്റെ ലെഫ്റ്റിലുള്ള സാധനം മാത്രമേ നൗൺ ഫ്രേസ് ഉള്ളൂ.
ഇതാണ് നൗൺ ഫ്രേസ്. ഒറ്റ ആളേ ഉള്ളൂ, ഐ മാത്രമേ ഉള്ളൂ നൗൺ ഫ്രേസ്. ഐ നൗൺ ഫ്രേസ്, ബാക്കിയുള്ള ലെഫ്റ്റ് മൈ സിസ്റ്റർ ഷൂസ് ഹിയർ. അപ്പോൾ വേർബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ സാർ അപ്പോൾ ഇത് ഷൂസ് എന്ന് പറഞ്ഞാൽ നൗണല്ലേ എന്നൊന്നും ആലോചിക്കണ്ട. വേർബ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷമുള്ളതൊക്കെ വേർബ് ഫ്രേസ് ആണ്. അത്രേ ഉള്ളൂ നമ്മൾ. അപ്പോൾ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ആക്കാൻ പറഞ്ഞാൽ ഇതേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. നോക്കിയേ, ദ ടൈഗർ എമേർജ് വിത്ത് എ ലൗഡ് റോർ. ഇത് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കിയേ, പോസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം, എന്നാലേ ശരിയാവുള്ളൂ. ഓക്കെ, റെഡി, പോസ് ചെയ്ത് വിചാരിക്കുന്നത്. ടൈഗർ എമേർജ് കടന്നു വന്നു അല്ലേ, എമേർജ് കഴിഞ്ഞു. അതൊരു ആക്ഷൻ, അതൊരു വേർബ് അല്ലേ, എമേർജ് എന്ന് പറഞ്ഞാൽ വേർബാണ്, കഴിഞ്ഞു. വേർബ് ഫ്രേസ് കിട്ടി. ലെഫ്റ്റിലുള്ള ആളാണ് നൗൺ ഫ്രേസ്. ഇതാണ് നൗൺ ഫ്രേസ്. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഇത്രയുള്ള സംഭവം. ആ വേർബ് കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി തീർന്നു. മനസ്സിലായല്ലോ? ശരി, ഇനി ഒരു കാര്യം കൂടെ വേണം പരീക്ഷ ചോദിക്കാം. ഓരോ സെൻറ്റൻസിലും ഹെഡ് നൗൺ ആണോ ആരാൻ ചോദിക്കാം. വേണം ചോദിക്കാം. എന്ത് ഇവിടെ ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ വല്ലപ്പോഴും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഹെഡ് നൗൺ ആരാണ്? ഹെഡ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ നൗൺ ആണ്. ഇവിടെ മഹിമ മാത്രമേ ഉള്ളൂ, അപ്പോൾ മഹിമയാണ്. ദ വെജിറ്റബിൾ ബോക്സസിൽ, മക്കളെ ബോക്സ് ആണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ നൗൺ. വെജിറ്റബിൾ ബോക്സ് എന്ന് പറഞ്ഞാൽ ബോക്സിനെ എന്താണ്, ബോക്സിനെ വിശേഷിപ്പിക്കുന്നുള്ളൂ. വെജിറ്റബിൾ ബോക്സ് ഇപ്പോൾ എന്തിൻ്റെ ബോക്സ് ആയിരുന്നു? മെഷീനറി ബോക്സ് ആവാം, ടൂൾ ബോക്സ് ആവാം. അപ്പോൾ അതുപോലെ വെജിറ്റബിൾ ബോക്സ്. പക്ഷേ ബോക്സ് ആണ് ഹെഡ് നൗൺ. എന്നാണ് മെയിൻ നൗൺ അഥവാ ഹെഡ് നൗൺ എന്ന് വിളിക്കുക. ഇവിടെ ഒരാളേ ഉള്ളൂ, അപ്പോൾ അതാണ് ഹെഡ് നൗൺ. ഇത് ടൈഗറിൽ ആരാണ് ഹെഡ് നൗൺ? ടൈഗറാണ് നമ്മുടെ മെയിൻ നൗൺ, അതിന് ഹെഡ് നൗൺ. അപ്പോൾ ഹെഡ് നൗൺ ചോദിച്ചാൽ നിങ്ങൾ ആ മെയിൻ നൗൺ ആരാണെന്ന് നോക്കുക. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആരാണ്? ഇവിടെ ബോക്സസ്, ഇവിടെ ടൈഗർ. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഇത് മനസ്സിലായി വിചാരിക്കും. ഇനി നമുക്ക് കുറേ ചോദ്യങ്ങൾ ചെയ്യാം. കാരണം ഈ നൗൺ ഫ്രേസിൻ്റെയും വേർബ് ഫ്രേസിൻ്റെയും ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ ആവും. ചോദ്യങ്ങൾ കുറവാകുമ്പോഴാണ് ഈ പരീക്ഷയിൽ എന്താണ് ഒരു സംശയങ്ങൾ വരിക. മിക്കവാറും പരീക്ഷ നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ അറിയാം, ഉത്തരം അറിയാം, പക്ഷേ സംശയങ്ങളാണ്. അപ്പോൾ ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ വെറുതെ എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ആക്റ്റീവ്ലി നിങ്ങൾ ഓരോ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ ആൻസർ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് എൻ്റെ ആയിട്ട് മാച്ച് ചെയ്യണം നോക്കുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ആ ഫ്യൂ ലോക്കൽ പീപ്പിൾ, ഇവിടെ ഒന്നും വേർബ് വന്നില്ല. ടുക്ക് അവർ പെർമിഷൻ, കഴിഞ്ഞു. വേർബ് വന്നാൽ തീർന്നു. വേർബ് ഫ്രേസ്, അതിന് മുൻപുള്ള ഫ്യൂ ലോക്കൽ പീപ്പിൾ നൗൺ ഫ്രേസ്. ഇതിലെന്താണ്? പീപ്പിൾ ആണ് ഹെഡ് നൗൺ, ശരിയല്ലേ? ലോക്കൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അത് പീപ്പിൾ ആ മനുഷ്യന്മാരെ വിശേഷിപ്പിക്കുകയാണ്. ലോക്കലാണോ, ഇനിയിപ്പോൾ ടൂറിസ്റ്റ് പീപ്പിൾ ആണോ ഒക്കെ വിശേഷിപ്പിക്കാം. അതല്ല മെയിൻ നൗൺ, അതല്ല ഹെഡ് നൗൺ. ഹെഡ് നൗൺ പീപ്പിളാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ വേർബ് ഫ്രേസ് നൗൺ ഫ്രേസ് റെഡി. ഇതെന്ന് ചെയ്ത് നോക്കിയാൽ ദ കേജ് ഓൺ ദ ലോറി. ഇവിടെ വേർബ് ഇല്ലല്ലോ സാർ. ഇവിടെയാണ് ഓക്സിലറി വേർബ് വരുന്നത്. വാസ് എന്താണ് ഓക്സിലറി വേർബ്? ഇസ്, വാസ്, വേറെ, വില്ല്, മൈറ്റ്, കുഡ് ഒക്കെ ഓക്സിലറി വേർബ്സ് ആണ്. അതിപ്പോൾ വേർബ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ അത്ര ആലോചിച്ചാൽ മതി. കേജ് ഓൺ ദ ലോറി വരെ എന്തായാലും നൗണാണ്. അവിടെ ഒരു വേർബ് എന്തായാലും വന്നില്ല. ഇവിടെ ഒന്നും വേർബ് വന്നിട്ടില്ല. വാസ് എന്ന് പറഞ്ഞാൽ ഒരു വേർബ് അല്ല, അത് ഉറപ്പാണ്. വാസ് എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാണല്ലേ. ഐ ഇസ് അല്ല ഐ ആം. ഐ ഇസ് എന്ന് ഒരിക്കലും പറയില്ല. ഷീ ഇസ് എന്ന് പറയും. ഷീ ഇസ് അല്ല ഐ ആം, ഐ ക്യാൻ ഒക്കെ എന്താണ് ഒരു കുറച്ചെങ്കിലും ഒരു ആക്ഷൻ വേർബ്സ് ആണ്, അല്ലെ ആക്ഷൻ വേർഡ്സ് ആണ്. വാസ് കവേർഡ് അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി അങ്ങനെ ആലോചിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബൈ ഹാർട്ട് പിടിച്ചു വെക്കുക. ഇസ്, വാസ്, ദേർ, മൈറ്റ് ഒക്കെ എന്താണ്, എന്തായാലും നൗണല്ല. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ വേർബ് ഫ്രേസ് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ കളർ മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്തിനാണ് ഫുള്ള് കാണിക്കുന്നത്? മഞ്ഞ കളറ് നൗൺ ഫ്രേസ്, മറ്റേ കളറ് വേർബ് ഫ്രേസ്. ഐ ഡിസൈഡഡ്, ഉറപ്പിച്ചോ? ഡിസൈഡിൽ തീർന്നു, ഞാൻ തീരുമാനിച്ചു. അവിടെ തന്നെ വേർബ് വന്നില്ലേ, ഡിസൈഡഡ്. അപ്പോൾ ലെഫ്റ്റിലുള്ള ഐ മാത്രമേ ഉള്ളൂ, ഇവിടെ നൗൺ ഫ്രേസ്. ഓക്കെ, മിസ്റ്റർ തോറാഡ് റീച്ച്ഡ്, കഴിഞ്ഞു. റീച്ച് എവിടെ വേർബ് കണ്ടോ അവിടെ ചെക്ക്മേറ്റ് അടിക്കുക. റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ ദ ടൈഗർ, വേർബ് ഫ്രേസ്. മിസ്റ്റർ തോറായിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ നൗൺ ഫ്രേസ്. ഇനിയും ചോദ്യങ്ങൾ ചെയ്യാം, ഇനിയും ചോദ്യങ്ങൾ എൻ്റെ കൂടെ ചെയ്തു പോട്ടോ. മിസ്റ്റർ തോറാറ്റ് നോഡ് എന്ന് പറഞ്ഞാൽ എന്താ, തലയാട്ടി. അപ്പോൾ ഇതാണ് നോഡർ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. വേർബ് ഫ്രേസ്, വേർബ് ഫ്രേസ് ഒറ്റ ആളേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. മിസ്റ്റർ തോറാറ്റ് നൗൺ ഫ്രേസ്. നെക്സ്റ്റ്, ദിസ് പസിൽഡ് മീ, ഇത് എന്നെ കൺഫ്യൂസ് ചെയ്തു. എവിടെയാണ് വേർബ് വരുന്നത്? ദിസിലല്ല. ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നൗണാണ്. ദിസ് ആണ്. പസിൽഡ്, എന്നെ കൺഫ്യൂസ്ഡ് ആക്കി. അവിടെ ആക്ഷൻ വന്നു കഴിഞ്ഞു, ഉറപ്പിച്ചു. വേർബ് ഫ്രേസ്, നൗൺ ഫ്രേസ്. ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ, വാസ് ഓക്സിലറി വേർബ്, കഴിഞ്ഞു. വാസ്, ഹിസ്, വാസ്, വേറെ ആറൊക്കെ എന്താണ് ഓക്സിലറി വേർബ്സ് ആണ്. വാസിൽ വേർബ് വന്നു കഴിഞ്ഞു. ഹി മാത്രമേ ഉള്ളൂ നൗൺ ഫ്രേസ്. അല്ലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, വാസ് എന്താണ്, നൗണാണോ? വാസ് എന്തായാലും നൗണല്ല, ഉറപ്പാണ്. അവിടെ ചെക്ക്മേറ്റ് അടിച്ചു, ഉറപ്പിച്ചു. മിസ്റ്റർ തോറാറ്റ് റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ റീച്ചിൽ തന്നെ എന്താണ്, വേർബ് വന്നു. വേർബ് ഫ്രേസ്, നൗൺ ഫ്രേസ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു.
ഇത്രയേ ഉള്ളൂ സംഭവം, വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇനി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പോവാം. തന്നെയാണ് വരാൻ പോകുന്നത്. നോക്കിക്കോ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ബോയ് ഹൂ ലോസ്റ്റ് ദ ഗെയിം ഇസ് മൈ ബ്രദർ. അപ്പോൾ ഇതിൽ കുറച്ചൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളായിരിക്കും ഇതിൽ ഹൂ ലോസ്റ്റ് ദ ഗെയിം, ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ തോറ്റു, അപ്പോൾ വേർബ് അല്ലേ? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി മനസ്സിലാവും. ദ ബോയ് ഹൂ ലോസ്റ്റ് ദ ഗെയിം എന്ന് പറയുമ്പോൾ ഈ ലോസ്റ്റ് ദ ഗെയിം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ബോയിനെ ഡിഫൈൻ ചെയ്യാണ്. ഇപ്പോൾ വേണമെങ്കിൽ പറയുന്നത് ബോയ് ഈസ് മൈ ബ്രദർ എന്ന് പറയുന്നതിന് പകരം ദ ബോയ് ഹൂ ലോസ്റ്റ് ദ ഗെയിം. അപ്പോൾ ഈ ലോസ്റ്റ് ദ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ബോയ് ചെയ്ത കാര്യമല്ല, ഈ സെൻറ്റൻസിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ സെൻറ്റൻസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ദ ബോയ് ഈസ് മൈ ബ്രദർ. ആ ബോയിനെ ഒന്നും കൂടി എന്താണ് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കളി തോറ്റ ആ ബോയ്, അവനാണ് എൻ്റെ ബ്രദർ. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഈ ലോസ്റ്റ് ദ ഗെയിം നമ്മുടെ വേർബിഡ് ഫ്രേസിൻ്റെ ഭാഗമായിട്ടല്ല, അത് ഈ നൗണിനെ ഒന്നും കൂടി വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചാടിക്കയറിയിട്ട് ഈ വേർബ് ലോസ്റ്റ് ദ ഗെയിം എല്ലാം അങ്ങോട്ട് വേർബ് ഫ്രേസ് ആക്കരുത്. കാരണം ഈ ലോസ്റ്റ് ദ ഗെയിം എന്താണ്, ഇവനെ എന്ത് ചെയ്യാനാ, ഇവനെ വിശേഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സെൻറ്റൻസ് എന്താവുമായിരുന്നു? ദ ബോയ് ഈസ് മൈ ബ്രദർ ആയാൽ മതിയായിരുന്നു. അപ്പം ജസ്റ്റ് ഇതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് അത് വേർബ് ഫ്രേസ് അല്ല. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങൾക്ക് ശരിയായി കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ആരാണ് ഫസ്റ്റ് വേർബ്? ദ ബോയ് ഹൂ ലോസ്റ്റ് ദ ഗെയിം, ലോസ്റ്റ് വേർബ് അവിടെ വേർബ് അല്ല, കാരണം അത് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇസ്മൈ, ഇസ്സിൽ പിടിക്കുക, ഓക്സിലറി വേർബ് ഒന്ന്. ഇസ്മൈ ബ്രദർ ആണ് നമ്മുടെ വേർബ് ഫ്രേസ്. അതിന് മുൻപുള്ള ആൾക്കാരൊക്കെ നൗൺ ഫ്രേസ് ആണ്. അപ്പോൾ അതൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വേർബ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതല്ല വേർബ് ഫ്രേസ്. അവിടെ വേർബ് ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ദ ഫസ്റ്റ് ബെഞ്ച് ഗേൾസ് ആർ സ്മാർട്ട്. ഫസ്റ്റ് ബെഞ്ച് ഗേൾസിലൊന്നും വേർബില്ല, ഗേൾസിലും വേർബില്ല. ആറിൽ വന്നു, ആറിൽ ഓക്സിലറി വേർബ് വന്നു. അവിടെ ആർ സ്മാർട്ട് എന്താണ്, അതാണ് വേർബ് ഫ്രേസ്. ഇതിനാണ് നൗൺ ഫ്രേസ്. ദ ഫസ്റ്റ് ബെഞ്ച് ഗേൾസ്, സിമ്പിൾ. ഓക്കെ, വേണമെങ്കിൽ ഇതിങ്ങനെ ചോദിക്കായിരുന്നു, ദ ഫസ്റ്റ് ബെഞ്ച് ഗേൾസ് ഹൂ സിങ് വെൽ ആർ സ്മാർട്ട്, അല്ലെ ഹൂ സാങ് വെൽ ആർ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ സിങ്ങും സാങ്ങും എന്താണ്, ആ ഫസ്റ്റ് ബെഞ്ച് ഗേൾസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ബെഞ്ച് ഗേൾസ് ഹൂ സിങ്സ് വെൽ, അല്ലെ ഹൂസ് ദേ ആണ്. അപ്പോൾ ദേ സിങ് വെൽ ആണ്. ദേ സിങ് വെൽ എന്ന് പറഞ്ഞാൽ അവിടെ സിങ് എന്താണ്, അത് നോൺ ഫ്രേസിൻ്റെ ഭാഗമാണ്, അത് വേർബ് ഫ്രേസിൻ്റെ ഭാഗമായിട്ട് കൂട്ടരുത്. അപ്പോഴും ആർ സ്മാർട്ട് തന്നെയാണ് വേർബ് ഫ്രേസ്. കാരണം ആ ഫസ്റ്റ് ബെഞ്ച് വേർഡ് ഹൂ സിങ് വെൽ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവരെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്, അവിടെ വേർബ് ഫ്രേസ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടി വിചാരിക്കുന്നു. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അലീന ആൻഡ് ഹെർ സിസ്റ്റർ സിങ് വെൽ. ഓക്കെ, അലീന ആൻഡ് ഹെർ സിസ്റ്റർ ഇവിടെ ഒന്നും വേർബ് വന്നില്ല. സിങ് വെൽ, ദേ സിങ് വെൽ അല്ലേ. അപ്പം സിങ് വെൽ എല്ലാം വന്നിരിക്കുന്നത്. ഇതാണ് എന്ത്, നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്. ദാറ്റ് മാൻ ഇൻ ഗ്രീൻ ഷർട്ട് ഇസ് മൈ അങ്കിൾ. ഓക്കെ, ഇതെവിടെയാണ്? ദാറ്റ് മാൻ ഇൻ ഗ്രീൻ ഷർട്ടിലൊന്നും വേർബ് വന്നിട്ടില്ല. ഇസ് മൈ അങ്കിളാണ്, ഇസ്സിലാണ് ഓക്സിലറി വേർബ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട്. വേർബ് ഫ്രേസ്, ഇത് നൗൺ ഫ്രേസ്. മനസ്സിലാവുണ്ടോ മക്കളെ? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ പരീക്ഷാ പേപ്പറിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. മോഡൽ 2023 പരീക്ഷയിൽ ചോദിച്ചത്, പിക്ക് ഔട്ട് ദ നൗൺ ഫ്രേസ് ഇൻ സബ്ജക്ട് പൊസിഷൻ ഫ്രം ദി. നൗൺ ഫ്രേസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വേർബ് ഫ്രേസ് നൗൺ ഫ്രേസും ചോദിക്കാം. എൻ്റെ ഓർമ്മ ശരിയാണ്, രണ്ടും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ രണ്ടും കൂടി ചെയ്തു, അത്രേ ഉള്ളൂ. അലി വെൻഡ് ഇൻസൈഡ് ദ ബേക്കറി. അതുകൊണ്ട് ആക്ച്വൽ പരീക്ഷ വന്ന ചോദ്യമാണ്, ശ്രദ്ധിച്ച് നോക്കിക്കോ. അലി വെൻഡിൽ തന്നെ വേർബ് വന്നു, അപ്പോൾ ഉറപ്പിച്ചു ഇതാണ് വേർബ് ഫ്രേസ്. അലി വെൻഡ് ഇൻസൈഡ് ദ ബേക്കറി. വെൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ വേർബ് വന്നു, അതിന് എന്തായാലും നൗണല്ല. വെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനമോ ഒരു സ്ഥലമോ ഒന്നുമല്ല, അല്ലേ? വെൻഡ് ഇൻസൈഡ് ദ ബേക്കറിയാണ് വേർബ് ഫ്രേസ്. അലി മാത്രമേ ഉള്ളൂ നൗൺ ഫ്രേസ്. ദ കുക്ക് വാസ് ടേക്കിംഗ് ദ ബേക്ക്ഡ് നാൻ ഔട്ട്. ദ കുക്ക് വരെ എന്തായാലും നൗണാണ്. വാസിൽ തീർന്നു, വാസിൽ ഓക്സിലറി വേർബ് വന്നു, കഴിഞ്ഞില്ലേ? വാസ് ടേക്കിംഗ് എന്തായാലും ദ കുക്ക് വാസ് എന്തായാലും നൗണല്ല. കുക്ക് വരെ നൗണാണ്, വാസും കൂടി വന്നാൽ നൗൺ അല്ലാതെ. ഓക്കെ, അപ്പം അങ്ങനെ വേണം ചിന്തിക്കാൻ നിങ്ങൾക്ക്. ഓക്കെ, എലിമിനേഷൻ ആലോചിക്കാം. അപ്പോൾ കുക്ക് വാസ് ആവുമോ ആൻസർ? ഒരിക്കലും ആവില്ല, കാരണം വാസ് എന്ന് പറഞ്ഞാൽ അത് നൗൺ അല്ല, അത് വേർബാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. എ ഗ്രൂപ്പ് ഓഫ് മെൻ വാസ് കോമഡി ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അതുകൊണ്ട് വാസ് ഇവിടെ തീർന്നു, വാസ് സ്റ്റാൻഡിങ് എന്ന് തീർന്നു. അവിടെ നൗൺ, അവിടെ വേർബ് വന്നു കഴിഞ്ഞു. ഓക്സിലറി വേർബ് ആയിക്കോട്ടെ, എന്ത് വേർബ് ആയിക്കോട്ടെ, വേർബ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉറപ്പിച്ച അവിടെ മുതൽ വേർബ് ഫ്രേസ് ആണ്. ഇത്രയുള്ള സംഭവം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. വാ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഓഫ് ദ. നൗൺ ഫ്രേസ് മാത്രമേ ചോദിച്ചുള്ളൂ, രണ്ടും ചെയ്യാം നമുക്ക്. നൗൺ ഫ്രേസ് എന്തായിരിക്കും ഇവിടെ? ആദ്യം വേർബ് ഫ്രേസ് കണ്ടുപിടിക്കാം. അടിച്ച് വെൻ തീർന്നു, വെൻഡിൽ തീർന്നു, പോയി. വേർബ് ഫ്രേസ് അവിടെ കിട്ടി, ഇതാണ് നൗൺ ഫ്രേസ്. ഹെർ അമേരിക്കൻ റൂംമേറ്റ് വാസ്. മക്കളെ, ഹെറിൽ നൗണാണ്, അമേരിക്കൻ റൂംമേറ്റ് ഒക്കെ നൗണാണ്. വാസിൽ തീർന്നു, വാസിൽ ഓക്സിലറി വേർബ് വന്നു. So that is the verb phrase, this is the noun phrase. Next, all the students in the class looked at her whenever Africa was referred to. All the students in the class looked till തീർന്നു,
ലുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഓൾ ദ സ്റ്റുഡൻസ് ഓഫ് ഇൻ ദ ക്ലാസ് ഹൂ വേർ അങ്ങനെയൊന്നല്ല, അവരെ ഡിസ്ക്രൈബ് ചെയ്യാമെന്നല്ല, അവർ നോക്കി, എല്ലാ കുട്ടികളും അവളെ നോക്കി. ക്ലീൻ വേർബാണ്, വേർബ് ഫ്രേസ് അവിടെ തുടങ്ങി, അതിൻ്റെ മുൻപുള്ള സാധനമാണ്. ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ആണ് നൗൺ ഫ്രേസ്. സിമ്പിൾ. ഓക്കെ, അപ്പം ഈ ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ഈ ലുക്ക്ഡ് അറ്റ് ഹെർ എന്ന് പറഞ്ഞ സാധനം അവരെ വിവരിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ വേണമെങ്കിൽ ഈ സെൻറ്റൻസ് ഇങ്ങനെ വേണം ചോദിക്കുന്നത്, ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഹൂ വർ സ്മാർട്ട് വാസ് ലുക്കിംഗ് അറ്റ് ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആ ഹൂ വർ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് നൗൺ ഫ്രേസിൻ്റെ ഭാഗമാണ്. ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഹൂ വർ സ്മാർട്ട്, അത് നൗൺ ഫ്രേസ് ആണ്, അത് നൗൺസ് ആണ് ബേസിക്കലി. ഇപ്പം ബാക്കിയുള്ള മാത്രമേ വേർബ് ആവുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ലുക്ക്ഡ് അറ്റ് ഹെർ എന്ന് തന്നെ പറഞ്ഞാൽ കുട്ടികളെല്ലാവരും നോക്കി, അവിടെ വേർബ് തുടങ്ങി, അതിലൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ അത് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഒരു എക്സെപ്ഷൻ നമ്മൾ കണ്ടത്, അതൊരു ഇതിൽ നമ്മളുടെ വ്യത്യാസം നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാവും. ദി ബോയ് ഹൂ ലോസ്റ്റ് ദ ഗെയിം. അപ്പോൾ ഹൂ ലോസ്റ്റ് ദ ഗെയിം എന്ന് പറഞ്ഞാൽ ആ ലോസ്റ്റ് ദ ഗെയിം അവനെ വിവരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അവൻ ദ ബോയ് ലോസ്റ്റ് ദ ഗെയിം എന്നല്ല പറയുന്നത്, ദ ബോയ് ഹൂ ലോസ്റ്റ് ദ ഗെയിം. അപ്പോൾ അവനാണ് നൗൺ ഫ്രേസ്, ഇതാണ് നൗൺ ഫ്രേസ്. അപ്പോൾ ആ നൗണിനെ വിവരിക്കുകയാണ്. ഈസ് മൈ ബ്രദർ, മനസ്സിലായി. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ എന്തോ ദ മാൻ ഇൻ ഗ്രീൻ ഷർട്ട്, അത് കൂട്ടേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ബെഞ്ച് കാണാം. അതുകൊണ്ട് ഇത് ആ ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇവിടെ എന്താണ്, ഇവരെ വിവരിക്കുകയെന്നല്ല ചെയ്യുന്നത്. ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ലുക്ക്ഡ്, അവർ നോക്കി, അല്ലാണ്ട് അവരെ വിവരിക്കുകയല്ല ചെയ്യുന്നത്, അവർ ചെയ്ത കാര്യമാണ് പറയുന്നത്. അപ്പോൾ വേർബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദ സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക വിച്ച് വി ബിലീവ് മേ നോട്ട് ബി ദ ഓൺലി സ്റ്റോറി. അപ്പോൾ ആലോചിച്ചു, സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക വിച്ച് വി ബിലീവ് എന്നൊക്കെ പറഞ്ഞതൊക്കെ എന്താണ്, അവിടെ നിന്ന് വേർബ് വന്നില്ലേ, വിച്ച് വി ബിലീവ്. മേയിൽ തീർന്നു. മേ എന്താണ് ഓക്സിലിയറി, അപ്പോൾ മേ, മൈറ്റ്, കുഡ്. അപ്പോൾ ആ ഓക്സിലിയറി വേർബ്സ് വേണമെന്ന് ജസ്റ്റ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചേക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ള് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഓക്സിലറി വേർബ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ കുറേ ഉണ്ടാവും. മേ, മൈറ്റ്, കുഡ്, വുഡ്, അങ്ങനെ കുറേ ഷാൽ ഒക്കെ ഓക്സിലറി വേർബ്സ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ അറിയില്ലെങ്കിൽ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. മേ, വില്ല്, ഷാലൊക്കെ സെയിം അല്ലേ ബേസിക്കലി. ഓക്കെ, അപ്പം മേ നോട്ട് ബി ദ ഓൺലി സ്റ്റോറി. അപ്പോൾ ഇതുവരെ എന്താണ് നൗൺ ഫ്രേസ് ഉണ്ട്, സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക വിച്ച് വി ബിലീവ്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇതിൽ എവിടെയെങ്കിലും വേർബ് വരുന്നുണ്ടോ ആലോചിച്ചാൽ മതി. സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക വിച്ച് വി ബിലീവ് ഒരിക്കലും വേർബ് അല്ല ബേസിക്കലി. അത് അതിനെ കുറച്ചും കൂടി എന്താണ് ഒന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക വിച്ച് ബിലീവ്, ആ ഒരു സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക നമ്മൾ വിശ്വസിക്കുന്ന സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക എന്നാ പറയുന്നുള്ളൂ. അപ്പോൾ നൗണിനെ കുറച്ചുകൂടി എന്താണ് വിശേഷിപ്പിക്കുന്നുള്ളൂ. മേ നോട്ട് ബി ദ ഓൺലി സ്റ്റോറിയിൽ ആ മെയിലാണ് ഫസ്റ്റ് വേർബ് വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആ ഒരു ഫീല് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ ഈ 3 വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. ആകെ അവസാനത്തെ മാത്രം കുറച്ച് വെറുപ്പിക്കലാണ്. പക്ഷേ ആ കുറച്ച് വെറുപ്പിക്കൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 4 മാർക്ക് കിട്ടുന്ന 3 മാർക്ക് കിട്ടുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അതാണ് വ്യത്യാസം. മനസ്സിലായല്ലോ? ശരി. അപ്പോൾ ചോദിക്കുമ്പോഴും പരീക്ഷയിൽ ചോദിക്കുമ്പോഴും ഇപ്പോൾ 3 മാർക്കിനോ 4 മാർക്കിനോ 3 4 ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാം ടഫായിരിക്കില്ല. മിക്ക സമയത്ത് 3 ടഫാണെങ്കിൽ 3 എളുപ്പമാണെങ്കിൽ 1 മാത്രമേ കുറച്ച് ടഫായി വെക്കുള്ളൂ. ആ ടഫായിട്ടുള്ളതും ഇങ്ങനെ വരുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ആ ഓക്സിലറി വേർബ് ആയിരിക്കും മിക്കവാറും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കുക. അപ്പോൾ ഓക്സിലറി വേർബ് പിടിക്കുക, അതിന് ശേഷമുള്ളതൊക്കെ വേർബ് ഫ്രേസ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാർച്ച് 2020 വന്ന ചോദ്യമാണ്. ഓക്കെ, ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. ഓക്കെ, മിസ്റ്റർ ജോൺ സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ്. സ്പോക്കിൽ തീർന്നു, അദ്ദേഹം ചെയ്ത കാര്യമാണ്. ഓക്കെ, അല്ലാണ്ട് ഇങ്ങനെയൊന്നല്ല പറഞ്ഞ മിസ്റ്റർ ജോൺ ഹൂ സ്പീക്സ് വെരി വെൽ സ്പോക്ക് വിത്ത് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ മിസ്റ്റർ ജോൺ ഹൂ സ്പീക്സ് വെരി വെൽ വരെ നോൺ ഫ്രേസ് ആണ്. സ്പോക്ക് വിത്ത് ഗ്രേറ്റ് ഫീലിംഗ് ആണ് വീണ്ടും വേർബ് ഫ്രേസ്. മനസ്സിലല്ലേ? കാരണം ആ മിസ്റ്റർ ജോൺ ഹൂ സ്പീക്സ് വെരി വെൽ, അല്ലെ ഹൂ ഡാൻസസ് വെരി വെൽ, അല്ലെ ഹൂ ഹാസ് ഗ്രേറ്റ് മസിൽസ്, അല്ലെ ഹൂ പ്ലേസ് ഫുട്ബോൾ വെരി വെൽ എന്ന് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ജസ്റ്റ് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ അല്ലെ വിശേഷിപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. അതൊക്കെ നോൺ ഫ്രേസിൻ്റെ ഭാഗമാണ്. അതെന്താണ് അദ്ദേഹം ചെയ്തത്, അവിടെയാണ് വേർബ് ഫ്രേസ് തുടങ്ങുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കും. ഇവിടെ കോംപ്ലിക്കേഷൻ ഇല്ല, പക്ഷേ ഞാൻ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി കാണിച്ചു തന്നുള്ളൂ. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ്. വാസിൽ തീർന്നു, വാസ് കണ്ടോ ഉറപ്പിച്ചു, അത് വേർബാണ്. ഓക്സിലറി ആണോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, വേർബാണ്. ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസിൽ തീർന്നു. ഷൂട്ടിംഗ് ആണ് നൗൺ ഫ്രേസ്, വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ വേർബ് ഫ്രേസ്. A few drops of blood glisten എന്ന് പറഞ്ഞാൽ വേർബാണ്. ഗ്ലിസൻ ഓൺ ദ കോബ്രാസ് നെക്ക്, ഇതാണ് നൗൺ ഫ്രേസ്. ഇത്ര സിമ്പിളാണ്. നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഒരു ഒറ്റ ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. പിക്ക് ഔട്ട് ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട്. എ ഫാറ്റ് സ്നേക്ക് കോയിൽഡ് തീർന്നു. ചുറ്റി കോയിൽഡ് തീർന്നു. വേർബല്ലേ, നൗണാണോ? കോയിൽഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുന്ന നൗണാണോ? അല്ല, വേർബാണ്, തീർന്നു. ആ ഫാറ്റ് സ്നേക്ക് മാത്രമേ അപ്പം എന്തുള്ളൂ, നൗൺ ഫ്രേസ് ഉള്ളൂ.
ഓക്കെ നെക്സ്റ്റ് ദ ഓണേഴ്സ് ഓഫ് ദി ഡോഗ് മെയ്ഡ് എ ലോട്ട് ഓഫ് മണി. മക്കൾ ഇവിടെ എന്തായിരിക്കും വേർബ് വരിക? മെയ്ഡ് എന്ന് പറഞ്ഞാൽ അത് നൗണാണോ? ഡോഗ്സ് എന്തായാലും നൗണാണ്. മെയ്ഡ്, ദ ഓണേഴ്സ് ഓഫ് ദ മെയ്ഡ്, അവർ ഉണ്ടാക്കി. മേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ് അല്ലേ? മേക്ക് ഉണ്ടാക്കുകതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ്. ദിസ് ഈസ് ക്ലിയർലി വേർബ്. അപ്പോൾ ഉറപ്പിച്ച ഇവിടെ നല്ല വേർബ് ഫ്രേസ് ആണ്. എ ലോട്ട് ഓഫ് മണി ഫ്രം ജസ്റ്റ് വൺ ഫിലിം. സോ അതുവരെയാണ് നൗൺ ഫ്രേസ്. ദ ഓണേഴ്സ് ഓഫ് ദി ഡോഗ്സ് ആണ് നൗൺ ഫ്രേസ്. ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ എന്താണ്, ഒന്നും വേർബൊന്നും വരുന്നില്ല. മാത്രമല്ല ഓണേഴ്സ് ഓഫ് ദി ഡോഗ് എന്തോ ചെയ്തു എന്നും പോലും പറയുന്നില്ല. അപ്പോൾ അവിടെ ഒന്നും വേർബ് വരുന്നില്ല, വേർബ് ഫ്രേസ് വരുന്നില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ എന്ത് വന്നാലും ഉത്തരം പറയാൻ പറ്റേണ്ടതാണ്. പക്ഷേ ഒന്നും കൂടി നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻസിൽ ഓരോന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ, തേർഡ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ. എത്രയാണ്? 3 എണ്ണമാണുള്ളത്. 3 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ തന്നെ 4-5 ക്വസ്റ്റ്യൻസ് ഇത് ഓരോണത്തിനുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ എന്ത് ചെയ്യരുത്, ഇത് ചെയ്യാതിരിക്കരുത്. എന്തായാലും നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടതാണ്, ഇത്രയും സമയം എന്തായാലും നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതും കൂടി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ 4 മാർക്കോ 3 മാർക്കോ ഫുള്ളായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തായാലും ചെയ്തിരിക്കണം. ഇത് ചെയ്തിട്ട് വെറുതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ നോട്ട്ബുക്കിൽ മാത്രമല്ല നിങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസേഴ്സ്, ഇപ്പോൾ ഹോംവർക്ക് 1 എന്ന് എഴുതുക, എ എന്ന് എഴുതുക, വേർബ് ഫ്രേസ് നൗൺ ഫ്രേസ് NP എന്താണെന്ന് എഴുതുക, VP എന്താണെന്ന് എഴുതുക, ബി എന്ന് എഴുതുക, NP എന്താണ്, VP എന്താണ്, സി എന്ന് എഴുതുക. ഹോംവർക്ക് 2 NP VP ഓരോന്നിൻ്റെ എഴുതി വെക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇതിന് നിങ്ങളുടെ ആൻസേഴ്സ് ബാക്കിയുള്ളവരുടെ കയ്യിൽ നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് എന്താണ്, ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ബാക്കിയുള്ളവരുടെ ആൻസേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഭയങ്കര കൺഫ്യൂഷനൊക്കെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത്രയും നിങ്ങൾ ചെയ്ത സ്ഥിതിക്ക് ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്താണ് അത് റിസോൾവ് ചെയ്ത് തരാം. എൻ്റെ ഒരു കമൻറ്റ് ഞാൻ ഇട്ടിട്ട് പിൻ ചെയ്ത് വെക്കാം എല്ലാ ആൻസർ കറക്റ്റായിട്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ഇത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരിക്കണം. അതും കൂടി ചെയ്താൽ ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ ഈ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും എന്ത് ചോദ്യം വന്നാലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. അതിലൊരു സംശയം ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കിട്ടി വിചാരിക്കുന്നു. ഈ ക്വസ്റ്റൻസും കൂടി ചെയ്യുക. ഈ ക്ലാസ്സിൻ്റെ ഈ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റൻസ് ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം. ഞാൻ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ സമയം തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 2 3 അവിടെ ടൈഗർ എന്നുണ്ടേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 2 3. തേർഡ് ക്വസ്റ്റ്യൻ 1 2 3. സ്ക്രീൻഷോട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണ് നോട്ട്സ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് PDF എടുത്ത് വെക്കുക. റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ക്വസ്റ്റൻസ് ഒക്കെ ഉപയോഗിച്ചാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, എന്തായാലും ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. പിന്നെ യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. മറക്കരുത്, നമ്മുടെ ലൈവ് ക്ലാസ് ഒക്കെ 7:30 കൃത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കിട്ടും. കോൺഫിഡൻസ് ഇങ്ങനെ എന്ത് ചെയ്യാം, കൂട്ടിക്കൊണ്ടിരുന്ന് പരീക്ഷ ആകുമ്പോഴത്തേക്കും ഫുൾ മാർക്ക് ഉറപ്പിക്കാം നമുക്ക്. ഓക്കെ, ബൈ, ടേക്ക് കെയർ, കീപ് സ്റ്റഡിങ്.